ഗായ്സ്, അപ്പം ഞങ്ങൾ ഇന്നൊരു പുതിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ആ വ്ളോഗ്? എന്താണ് ആ വ്ളോഗ് അറിഞ്ഞൂടാ? അല്ല, അറിയാം. ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ജർമ്മനിയിലെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ആരും കാണിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളിതുവരെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളിതുവരെ ആരുടെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടത് വെച്ച്, ഐ മീൻ ഗൂഗിൾ ഫോട്ടോസ് കണ്ടത് വെച്ചിട്ട് ഞങ്ങൾ കാണാത്താണെന്ന് അറിയില്ല. അതെ, ഇനി ആരെങ്കിലും ഇട്ടിട്ട് ഞങ്ങൾ കാണാതാണോന്ന് പറയില്ല. ഞങ്ങൾ എന്തായാലും അവിടെ പോകാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാന്ന്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാം അത് എവിടെ പോകുന്നത്, എന്താ സ്ഥലം. പക്ഷെ ആ സ്ഥലം നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ആരും സ്കിപ്പ് അടിച്ചു പോയി. ഞാൻ ഉദ്ദേശിച്ചത് തുടക്കത്തിൽ പറഞ്ഞ നിങ്ങളെ ബോറെടുപ്പിക്കുന്നുണ്ടായിരുന്നു പറയാം. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും നന്നായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ യുബാൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. ഓടല്ല, എന്നാലും ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് നടക്കണമാണ്. ഇത്താറായി. ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഓടണം, കൈ വണ്ടിയിൽ കിട്ടില്ല. അപ്പം അതുകൊണ്ട് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഇത് ശീലമാണ് ഗൈസ്. ഞങ്ങൾ ഒരു സ്ഥലത്തും നേരത്തെ കാലത്തും ഇറങ്ങാത്തത് കൊണ്ട് എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. വീഡിയോ കുലുങ്ങുന്നുണ്ട്. സോറി ഗൈസ്, വീഡിയോ കുലുങ്ങിയത്. ഇവിടെ നടക്കുന്നതിന് കുലുക്കാണ് ഗൈസ്. എന്നാൽ പിന്നെ കുലുങ്ങാണ്ട് നടക്കുന്നേ. അവൾ വരുമ്പോഴത്തേക്കും ട്രെയിൻ പോകും ഗൈസ്. ഞാൻ പോവാ, എനിക്ക് പോകണമെന്ന്. അപ്പോൾ ശരി ഗൈസ്, അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ നമ്പർ 1 ആണിത്. ഡെസ്റ്റിനേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പൊട്ടൻസ്റ്റൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെ, ഫ്രൈൻകിഷസ് ചോയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊട്ടൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ ഡെവിൽസ് കേവിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. ടോയ്ഫൽസ് ഹോൾ എന്നാണ് ഇതിൻ്റെ പേര്. എവിടെയാണ്? അതാണ് ആ സംഭവം. അതിൽ കൂടെ കയറി പോകുമ്പോൾ എന്തൊക്കെയോ കുറേ കാണാനുണ്ട്. വീഡിയോ അലൗഡ് ആയാൽ മതിയായിരുന്നു എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇനി അത് കാണാൻ നല്ല രസമുണ്ട്. വണ്ടികളൊക്കെ കുറവാണ് കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇവിടെ കാണാനൊക്കെ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള രമണിയാണ് ഗൈസ്. ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളും പ്രകൃതി രമണീയമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ആർ യു എക്സൈറ്റഡ്? ഞാൻ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഗൈസ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഒരു കാര്യമുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഗൈസ് കയറാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കയറിയിട്ട് കഴിക്കുന്നത് ഇപ്പം നിങ്ങളെ കാണണോ? ഓ ഗൈസ്, ഇവിടെ നമുക്കൊരു വെള്ളച്ചാട്ടം പുഴയുണ്ട് ഗൈസ്. ഇവിടുത്തെ പുഴ ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. പുഴ എനിക്ക് എന്തോലും പ്രാന്തം ഉണ്ടോ കൈ പിടിച്ചു വയ്യാത്ത കുട്ടികളെ. ഓക്കെ ഗൈസ്, നിങ്ങൾ വെള്ളത്തിൻ്റെ കളകളനാദം കേൾക്കുന്നുണ്ട്. അതെ ഗൈസ്, ഞങ്ങൾ ബാക്ക് ക്യാമറയിൽ നന്നായിട്ട് കാണിച്ചു തരാം ഗൈസ്. പുഴ ഒഴുകുന്ന സ്ഥലങ്ങൾ. വാവ്, വാട്ട് എ ബ്യൂട്ടി. നമ്മൾ കാണുന്ന അതെ പറയുന്ന സ്ഥലം എന്താ ഷെല്ല് വെച്ചിട്ടൊന്നും ഉണ്ടാക്കിയ പോലെ ഉണ്ട്. പിന്നെ അത് നമ്മുടെ ടിക്കറ്റ് എത്ര രൂപയ്ക്കാന്നുള്ളതാണ്. പിള്ളേർക്കാണെങ്കിൽ 5 രൂപയ്ക്കാണ്, വലിയവർക്കാണെങ്കിൽ 9 യൂറോ, പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് 25 യൂറോ. അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 4 യൂറോ അങ്ങനെ എന്തോ ആവുള്ളൂ. അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടൈമും അഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി പോവാം, ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. 9 യൂറോ തന്നെയാണ് ടിക്കറ്റിന്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് 10 അതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി തന്നിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല പോവുക, നമ്മളൊരു ഗ്രൂപ്പ് വൈസ് ആയിട്ടായിരിക്കും പോവുക. കാര്യം ഇവിടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കുഴികളോ എന്തെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഇവിടുത്തെ എന്തെങ്കിലും സ്റ്റോറീസോ എന്തെങ്കിലും ഗൈഡ് ഉണ്ടാവും, അറിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ എന്തായാലും പോയാലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പറഞ്ഞാൽ 10:35 സ്റ്റാർട്ടിങ് ടൈം. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. 10:35 ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംഭവിക്കുമായിരിക്കുമല്ലോ. ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ കുറച്ച് പേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ പറഞ്ഞ പോലെ, അറിയില്ല. ഗ്രൂപ്പായിട്ടായിരിക്കും പോവുക, അറിയില്ല. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ടാണോ പോകുകയെന്ന് അറിയില്ല. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഡോറൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് എനിക്കെന്താ പറ്റുക, നമ്മുടെ വീഗാലാൻഡിൽ പോകുമ്പോഴുള്ള ബാലരമ കേവ് ഇല്ലേ, അതിൻ്റെ ഡോറൊക്കെ പോലെ ഒരു ഡോറൊക്കെ ഇവിടെ ഉണ്ട്. വീഗാലാൻഡിൽ പോകാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ട് ഗൈസ്. അവിടുത്തെ ബാലരമ കേവ് പോലത്തെ ഒരു കേവിൻ്റെ ഡോറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടിയിൽ കൊണ്ടുനടക്കണം. നമുക്കൊരു കരടി ഉണ്ട്, അതാണ് കരടി. പേടിക്കു ഗൈസ്. കണ്ട, ഇത് എന്തോ ടി വിയിലൊക്കെ പരിപാടിയൊക്കെ. അപ്പം എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം എന്താ ഇനി സംഭവിക്കുക, ആരെങ്കിലും ഇനി വരുമോ എന്തെങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ആരെങ്കിലും വരുമായിരിക്കും. 10:35 എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അപ്പം കാണാം. പിന്നെ അവർ ഞങ്ങളുടെ ചോദിച്ചു ജാക്കറ്റ്, ഞങ്ങൾ ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് വന്നോണ്ടേ അവർ ഞങ്ങളുടെ ചോദിച്ചു ജാക്കറ്റ് ഉണ്ടോയെന്ന്. ഇവിടെ കയറിയപ്പോൾ ഒരു തണുപ്പുണ്ട്. അപ്പോൾ പുള്ളി നോക്കി ചിരിച്ചിട്ട് പറയാം ജാക്കറ്റൊക്കെ ഉണ്ടോ മക്കളെ എന്ന്. ഞങ്ങൾ പറഞ്ഞാൽ ഉണ്ട്, ബാഗിലുണ്ട്, ഭാഗ്യം എടുത്തത്. അതെ, സത്യം. ഉള്ളിൽ തണുപ്പാന്ന് തോന്നുന്നു. നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ
ഇവിടെ ഭയങ്കര ചൂടായിട്ട് സൺസ്ക്രീമിനകത്ത് കുളിച്ചാൽ വന്നിരിക്കണം. അപ്പോൾ എന്നിട്ട് ഭയങ്കര ആ റോഡ് വരെ ഭയങ്കര ചൂടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നല്ലൊരു തണുപ്പാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ കേവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിരപ്പള്ളിയൊക്കെ പോകുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് കുറച്ചും കൂടെ തണുപ്പല്ലേ, അതുപോലെയൊക്കെ ഒരു ഇത്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചും കൂടെ ഗൈസ്, ഞങ്ങൾ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞ് ഒരുപാട് ഒരുങ്ങി കെട്ടി വന്നിട്ട് നടക്കാണ്ട് പോയൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ വരെ കയറാൻ പറ്റാണ്ട് വന്നതാണ്. വലിയൊരു സ്റ്റോറി ഉണ്ട് ഗൈസ്. ആ സ്റ്റോറി ഞങ്ങൾ ഒരു ദിവസം പറയുന്നത്. അതെ. പിന്നെ ഈ കേവിനെ പറ്റി ഒരു കഥയുണ്ട്. അതായത് ഈ കേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഭയങ്കര നിഗൂഢത നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടും ആളുകളൊന്നും ഇല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, അബ്നോർമലായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. ഭയങ്കര മൂകത പോലെ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ആനിമൽസ് ഒക്കെ താമസിക്കുന്ന സ്ഥലമായിരിക്കുമല്ലോ. അപ്പോൾ ആൾക്കാരുടെ വിചാരങ്ങളാണത്. ശരിക്കും ഇതിനകത്തൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഇതിനകത്ത് സൗണ്ട് കേൾക്കുന്നതും ഈ എല്ലൊക്കെ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇവിടെയുള്ളവർക്ക് പേടിയായിട്ട് ഇവരായിട്ട് വിളിക്കുന്നതാണ് ഇതിനെ ഡെവിൾസ് കേവ് എന്ന്. നമുക്കറിയില്ല. ഇപ്പോൾ എല്ലാത്തിനും ഒരു രണ്ട് വശം ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് അങ്ങനെയും വിചാരിക്കാം. പൊടിയോടുന്നു ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ടായിരുന്നായിരുന്നു. ആ ഗോസ്റ്റിന് വേണമെങ്കിൽ പറഞ്ഞ പോലെ ആനിമൽസിനെയൊക്കെ പിടിച്ച് തിന്ന് ഇവിടെ ഇട്ടതാണെങ്കിലും ഗൈസ് ഈ 2000 നൂറ്റാണ്ടിൽ ആരും ഇതൊക്കെ വിശ്വസിക്കുക? ബുദ്ധൂസ് വന്നിരിക്കുക കെട്ടുകഥയായിട്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ ഗൈസ്. നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര പങ്ക്ച്വാലിറ്റി. 10:30 ആയപ്പോൾ തന്നെ വന്നു ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ എന്തൊക്കെയോ വണ്ടിയുടെ എന്തോ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഉള്ളതാണോന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ കാര്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ചങ്ങലിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് പോകരുതെന്ന്. നേരാണല്ല. ഇത്ര ഉള്ള കഴിഞ്ഞ. അപ്പോൾ താങ്ക് യു ഗൈസ്. അതെ. എടി അത് നോക്ക്, അതിൻ്റെ പൊക്കത്തേക്കൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഹോളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഗുണാക്കിയതല്ലേ ഗൈസ്? ഇതൊരു ഗുണമില്ലാത്ത കേവാൻ തോന്നുന്നു. എന്താ എഴുതിയിട്ടുണ്ട് ഗൈസ്? ഇതിപ്പോൾ വായിക്കാനുള്ളൊരു മനസ്സെങ്കില്ല. അയ്യ വെള്ളതല ഒരു മുള്ളി ഗൈസ്. ഗൈസ് ഇവിടെയൊക്കെ ചോർച്ചുണ്ട്. ഈ കല്ല് നിങ്ങൾ കാണുന്നുണ്ടോ? അതെ ഗൈസ്. ഇവിടെ ഞങ്ങൾ താഴത്തേക്ക് ഇവിടെ എന്തോ തെറാപ്പിയാ. തെറാപ്പിയൊക്കെ അവിടെ ചെന്നാൽ കേട്ടോ കിട്ടും. നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവാണ് ഗൈസ്. ഇവിടെ ഭയങ്കര വെട്ടക്കുറവാണ്. പിന്നെ ഗൈസ് ഈ ഗുഹയെ പറ്റി ഒരു കെട്ടുകഥയുണ്ട്. അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണേൽ പറഞ്ഞുതരാം. പണ്ട് ഈ ഗുഹയിൽ ഒരു ഡെവില് താമസിച്ചിരുന്നെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗുഹയിൽ നിന്നുള്ള ഗാംഭീര്യമായിട്ടുള്ള ശബ്ദങ്ങളും പലതരത്തിലുള്ള അലർച്ചകളും ഈ ഡെവിലിൻ്റെ ആണെന്ന് അവർ പേടിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കഥ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇനിയുമുണ്ട് കഥ. ഒരു കാലത്തൊരു ചെറുപ്പക്കാരൻ തൻ്റെ കിളിയെ തിരയാനായി ഗുഹയിലേക്ക് കയറി. പിന്നെ ഒരിക്കലും പുറത്തു വന്നിട്ടില്ല. പിന്നീട് ഗുഹയിൽ നിന്ന് അയാളുടെ നിലവിളി കേൾക്കാമായിരുന്നു എന്നാണ് വിശ്വാസം. കണ്ടിട്ട് എന്താ പ്രോൺസിനെ കൂട്ട എനിക്ക് ഒരു ഗുളുഗുളു തല ഇടിക്കല്ലേ. ഒരുമാതിരി ഭയങ്കര മെഴുമെഴുപ്പ് പോലെ. ഇതിനകത്ത് വെള്ളം ഒലിക്കുന്നാന്ന് തോന്നുന്നു. മെഴുകുതിരി ഉരുകിയ പോലെ ഒരു കാണാനൊക്കെ ഉരുകി വീണ പോലെ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്. ഇതാണ് ഓർഗൻ. അത് ഓർഗൻ എന്നാണ് പല പല ഹോളുകൾ ഇവിടെ കാണാം. ഒരുപാട് ഹോൾ. ഫ്രണ്ട് ചെയ്തൊരു മറ്റേ കവർ ഫോട്ടോ എടുക്കാം. ആനിമൽസ് ഉണ്ട് ഗൈസ്. ആനിമൽസ് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഇങ്ങനെയൊക്കെ ക്രിയേച്ചേഴ്സ് ഒക്കെ ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എടുക്കണ്ടേ? ഗൈസ് കാണുന്നുണ്ടോ? ശരിക്കും
ശരിക്കും പറഞ്ഞാൽ ഒരു ടോബസിന്റെ ഒക്കെ ഒരു ഗുളുഗുളാന്നുള്ളൊരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഇതെങ്ങനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇത് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, 4 ഹാങ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടുന്ന് വേറൊരു വഴിയുണ്ട്. ഇവിടെ സ്റ്റെപ്പൊക്കെയാണ്, നോക്കുകയാണെങ്കിൽ തലയും കുത്തി വീഴും. അവിടുന്ന് ഇങ്ങോട്ടൊക്കെയുള്ള വഴിയുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ഹോളിൽ കൂടെയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഗൈസ് പക്ഷെ കൊള്ളാം. ഇറ്റ് ലുക്സ് നൈസ്. നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം എല്ലുകളാണ്. മൃഗത്തിന്റെ എല്ലുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ട് കഴിച്ചിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡെവിൽ. അതെ, ഭയങ്കര രസമുണ്ട് ഈ കോള് കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്, പക്ഷെ നമ്മളെല്ലാം കാണിച്ചിട്ടില്ല, എല്ലാം ഓപ്പൺ അല്ല. എന്താണാവോ, നിന്നെ കാണുന്നുമില്ല. ഇവിടെയുണ്ട് കുറെ എല്ലുകളൊക്കെ, നിങ്ങൾ കാണുന്നുണ്ടോ? വലിയ വലിയ മൃഗങ്ങളുടെ എല്ലൊക്കെ കാണാം. കൂടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടെ പിടിച്ചു നടക്കാനുള്ള സ്ഥലം. എടി പിടിച്ചു നടന്നോട്ടെ. ഇവിടെ നമുക്ക് താഴേക്ക് ഇങ്ങനെ പോകണം. വൈഡിലിട്ട് ഇതിലൊക്കെ നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. എനിക്ക് തണുക്കണ്ടേ. ഇതാണ് പൊക്കില്ലാത്തതിന്റെ ഗുണം. താഴേക്ക് നമ്മൾ അവിടെ എന്താണ് താഴത്തേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. താഴത്ത് ഇവിടെ നമ്മൾ പിന്നെ പോവാണ്. ഇവിടെ ഉണ്ട് കുറെ എല്ലുകൾ. ഇവിടുത്തെ എന്തോ ഒരു വലിയൊരു നമ്മള് നല്ല, അതായത് ഈ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത് നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഇരുട്ടൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. നല്ല തണുപ്പും ഉണ്ട് ഗൈസ്. നിങ്ങൾ ചൂടായിട്ട് ഇതുപോലത്തെ ഒരു കാണാൻ അങ്ങനെ ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ, നമ്മൾ വെള്ളം ഒഴുകി കഴിയുമ്പോൾ റോക്കൊക്കെ ഷേപ്പ് അതുപോലെ ഉണ്ട്. അറിയില്ല, നമുക്കും വലിയ കാര്യമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെങ്കിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാം ഗൈസ് ഈ വീഡിയോയിൽ. കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് വരാം. ഗൈസ് നല്ല രസമുണ്ട് ഇത് കാണാൻ കേട്ടോ. ഇവർ ലൈറ്റും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നേരിട്ട് വന്ന് കാണുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ എത്രത്തോളം മര്യാദയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇറ്റ്സ് ഗ്രേറ്റ് ഗൈസ്. ഇടയ്ക്ക് വെട്ടം വരും, ഇടയ്ക്ക് വെട്ടം പോകും ഗൈസ്. ഇപ്പൊ പോകും, ഓരോ സാധനം പോയി. ഗൈസ് ഇവിടെ ഭയങ്കര സൈലൻസ് ആണ് ഇപ്പോൾ. കാര്യം കുറെ അലപ്പുറയൊക്കെ അങ്ങോട്ട് പോയി. ഇത് വീണ്ടും നടപ്പാണ്. ഈ സെയിം പോലത്തെ വഴി കൂടെ തന്നെ ഇപ്പോൾ 16ാമത്തെ പ്രാവശ്യം നടക്കുന്നത് ഗൈസ്. പക്ഷേ ആ വീണ്ടും കേട്ടോ, എനിക്കിഷ്ടാവണില്ല. ഇവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് പോവാമെന്ന്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കാണിക്കാമല്ലോ. ഗൈസ് അവിടെ ഭയങ്കര കാണില്ലടി, നിന്നെ കാണില്ല. അഡ്വെഞ്ചറസ്. അവിടെ അതിനകത്ത് കയറി എന്ന് പറയാം. ഭയങ്കര അഡ്വഞ്ചറസ് ആണെന്നാണ് അവൾ പറഞ്ഞത്. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇത് ഭയങ്കര താഴത്താണ് ഗൈസ്. അവൾ പോകുന്നുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. ഇത്രയും ഗൈസ് നമ്മളിങ്ങനെ കുനിഞ്ഞു പോകണം ഗൈസ്.
നീ കുനിയണമെന്ന് എനിക്ക് കാണണം. ഇതെന്താ ഇങ്ങനത്തെ ഒരു വഴി? നല്ല കല്ല്. നല്ല കല്ല്, അത് തന്നെയാ നല്ല കല്ല് വീഴാം. ഇതെന്തോ 13 മീറ്റർ ഇങ്ങനത്തെ എന്തോ വഴി എങ്ങനെ എന്തോ ആണ് പോലെ പറഞ്ഞത്. നമ്മളിങ്ങനെ കുനിഞ്ഞ് ഇവിടെയൊക്കെ വെള്ളമുണ്ട്. എപ്പം മഴ പെയ്തിട്ടാന്ന് അറിഞ്ഞില്ല ഈ വെള്ളം മുഴുവൻ ഒലിച്ചു വന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് വെട്ടം കിട്ടിയത്. അങ്ങനെ നമ്മള് പുറത്തേക്ക് ഇറങ്ങാറായി. ഹൗസ് ഗ്യാങ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംഭവം കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഇറങ്ങി സ്ഥലത്തോട്ട് പോകണം. ഇല്ല, നീ എന്നെ പിടിക്കാം. ഇവിടെയൊക്കെ എല്ലാത്തിനും പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അയ്യോ, അങ്ങനെ തീരാറായി ഗൈസ്. ഇപ്പൊ തന്നെ പുറത്തേക്ക് എത്തും. വാട്ടർഫോളോ ഇവിടെ വാട്ടർഫോൾ ഉണ്ടോ? ഇവിടെ വാട്ടർഫോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നായിരിക്കും. ഇല്ലായിരിക്കും. എവിടെ വാസപ്പാട് വീണം? ഷീൽഡ് ക്രോട്ടെ. അതെ, ഇവിടെ നമ്മൾ കുനിയണം ഗൈസ്. സുബിലെ കുനിഞ്ഞ് വന്ന് നമുക്ക് എനിക്ക് പിന്നെ അത്രയും കുനിയേണ്ടി വരില്ല. എനിക്ക് പൊക്കില്ലാതെ എനിക്ക് അത്രയും കുനിയേണ്ടി വരില്ല ഗൈസ്. അതെ, കാക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. പൊക്കമുള്ളവരൊന്നും ടൊബാക്കോ ലീവ്സ് ഒന്നും അതുപോലെ ഷേപ്പ് ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും. Danke auch, wiederschauen. Schönen Tag Ihnen noch. Gerne die Daumen. Danke Ihnen. Tschüss. Schönes Wochenende. Ciao, ciao. Ja, gleichfalls. Wünsche ich auch. Stimmt. Wochenende. ഗായ്സ്, അപ്പോൾ നമ്മൾ പുറത്തെത്തി. പുറലോകം കണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല വിട്ടുണ്ട് ഗായ്സ്. താത്തോട്ട് ഇവിടെ പോണോ? അവിടെ നിന്നല്ലേ ഇവിടെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടോയ്ഫൽ ഷോയിലെ സംഭവങ്ങളൊക്കെ കണ്ടു. ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. വിഷമിച്ചു. വെള്ളം അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുറച്ച് പണിയായിരിക്കും. നിങ്ങൾ കാറ് വെക്കുകയാണ് വരുന്നത്, അവിടെ വരെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കട വെച്ചിട്ട് വരാം കേസ്. ഇതിപ്പോൾ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് നമുക്കിങ്ങനെ വണ്ടി സൗകര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റായി പോകും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിന് ടിക്കറ്റ് 9 യൂറോയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ 1-2 സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട് ഈ സെയിം സ്ഥലത്ത് തന്നെ. കുറേ വിസിറ്റ് ചെയ്യാനുണ്ട്. അടിപൊളി സ്ഥലങ്ങൾ പറഞ്ഞ പോലെ കേവ്സ് അല്ലെങ്കിൽ റൈഡ്സ് അങ്ങനെ കുറേ. ഞങ്ങൾക്ക് അറിയില്ല എത്രത്തോളം ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ ദിവസം. ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റോണിൻ്റെ സ്ട്രക്ചേഴ്സ് ഇത് കാണാനല്ല, അതൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. എന്തോ ഒരു കൊള്ളാം, നല്ല രസമുണ്ട്, അങ്ങനെ ഫീൽ നമുക്ക്. ഇത് വെറുതെ കാണാൻ മാത്രമുള്ളതല്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അല്ലാണ്ട് എല്ലാം കുറെ കാണാനായിട്ടുള്ളതല്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. അവരെ ഗുഗുണാക്കയിൽ പോയിട്ട് എന്ത് കാണാനോ കേവ് കാണാൻ. അതുപോലെ അവിടെ കാണാവുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. അവിടെയാണ് ഗുഹ ആ സംഭവം. ഞങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വന്നത്. ഇപ്പോൾ പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഗുഹയൊക്കെ കാണാം. യെസ് ഗൈസ്, ഇവിടെ ആൾക്കാരുണ്ട്.
ഒന്നും കൂടി എടുക്കാം. ഇറങ്ങാനുണ്ട്. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഞങ്ങൾ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാണ് ഗൈസ്. ഗൈസ് അതെ, ഈ വീഡിയോ ഇഷ്ടമായവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് പ്ലീസ്. ആ കുത്തിൽ പിടിച്ച് നിൽക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, അങ്ങനെ ചെയ്യുക ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. റെസ്റ്റോറൻറ്റിലോട്ടാണ് ഇറങ്ങാൻ. കൈ വെക്ക്. ഓ മൈ